നമ്മൾ മെയിൻലി നിങ്ങൾ ഇനി നിങ്ങളുടെ മൈക്ക് മ്യൂട്ട് ചെയ്തോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി. ഓക്കെ. അപ്പം ഇന്നിപ്പോ നമ്മൾ ബേസിക് ആയിട്ട് നോക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഡിസൈനിങ്, MEP ഡിസൈനിങ്ങിനകത്ത് എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്, ഈ ഫസ്റ്റ് ഡേയിൽ ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് നമ്മ നമുക്ക് അറിയേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് അസൈൻമെന്റ്സ് കാണും. അപ്പം ആ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഇത് ഈ സ്ക്രീനിൽ കാണുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് അല്ലാതെ വാട്സപ്പിൽ അയച്ചു തരാം. അപ്പം നമ്മൾ അസൈൻമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് mail@smep.in എന്ന് പറയുന്ന മെയിൽ ഐഡിയിലേക്ക്. അത് ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നെ അടുത്ത കാര്യം, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എന്താണെന്നുള്ളത് ഓഫീസിൽ നിങ്ങൾ കളക്ട് ചെയ്യണം. ആ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ്സ് അയച്ചു തരാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിന്റെ മിഡിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അല്ല അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ആ ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ക്ലിയർ ചെയ്യാൻ നോക്കും. പിന്നെ നിങ്ങൾക്ക് അഥവാ ഏതെങ്കിലും ക്ലാസ് മിസ് ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ പരമാവധി എല്ലാ ക്ലാസ്സുകളും റെക്കോർഡഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ സെഷന്റെ ക്ലാസ്സുകൾ നമ്മൾ അയച്ചു തരും. അപ്പം അത് നിങ്ങൾ ഓഫീസറായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് അത് അയച്ചു തരും. ഓക്കെ അല്ലേ? അപ്പം ഫസ്റ്റ് നമ്മൾ തുടങ്ങാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഇന്ന് ഫസ്റ്റ് ഡേയിൽ നമുക്ക് മൂന്ന് മൂന്ന് ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിനെ തിരിച്ചേക്കുന്നത്. അതിൽ നമ്മുടെ ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം, നമ്മൾ എന്തുകൊണ്ടാണ് ഒരു MEP ഡിസൈനിൽ ഇലക്ട്രിക്കലിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം. ആ കാര്യം അറിയണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ എനർജി സെനാരിയോ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയുടെ ഒരു സെനാരിയോ എങ്ങനെയുള്ളതാണെന്നുള്ളത് അറിയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് MEP ഡിസൈൻ എന്താണെന്നുള്ളത് അറിയണം. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സപ്ലൈ വോൾട്ടേജസ്. ഇപ്പൊ ഇപ്പൊ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇലക്ട്രിക്കൽ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല വോൾട്ടേജിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ഉണ്ട്, നമുക്ക് ലോ വോൾട്ടേജ് ഉണ്ട്, എക്സ്ട്രാ ലോ വോൾട്ടേജ് ഉണ്ട്. അപ്പൊ അങ്ങനെ പല 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 സപ്ലൈ വോൾട്ടേജസ് ഉണ്ട്. അപ്പം നമ്മൾ മെയിൻലി ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് മെയിൻലി നമ്മൾ കാണുന്ന വോൾട്ടേജസ് ഏതാ? ഒന്ന് ഒന്ന് നമുക്ക് 230 വോൾട്ട് വരും. പിന്നെ ചിലപ്പോൾ ആ ബിൽഡിങ്ങിൽ ഒരു ത്രീ ഫേസ് സപ്ലൈ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ 15 വോൾട്ട്. ഇനി അല്ല, ബിൽഡിങ്ങിലേക്ക് നമ്മൾ 11 kV സപ്ലൈ, അല്ലെങ്കിൽ പുറത്തൊക്കെയാണ് 22 kV, നമ്മുടെ ഇവിടെയൊക്കെയാണ് 33 kV ഒക്കെ നമ്മൾ കൊടുക്കും. അപ്പൊ ആ ഒരു നമ്മൾ സപ്ലൈ വോൾട്ടേജ്, ഏതൊക്കെ സപ്ലൈ വോൾട്ടേജ് റേഞ്ചിലാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് എന്നുള്ളത് ആ സപ്ലൈ വോൾട്ടേജസിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു എനർജി സെനാരിയോയും ആ എനർജി സെനാരിയോ വെച്ച് നമ്മുടെ MEP ഡിസൈനിങ്ങിൽ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത്, അതായത് നമ്മുടെ ഇലക്ട്രിക്കലിന് MEP ഡിസൈനിങ്ങിൽ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇലക്ട്രിക്കലിന് മാത്രമല്ല. ഇപ്പൊ നിങ്ങൾ AC പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഹീറ്റ് ലോഡ് കാൽക്കുലേഷനോ അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ടുള്ള ടണ്ണേജ് കാൽക്കുലേഷനാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ പ്രിസൈസ് ആയിട്ടുള്ള ടണ്ണേജ് കാൽക്കുലേഷൻ ചെയ്യുന്നതിന്റെ കാരണം എന്താണ്, അങ്ങനത്തെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആ ഇമ്പോർട്ടൻസ് ഓഫ് MEP ഡിസൈനിങ് എന്ന് പറയുന്ന ആ പോയിന്റിൽ വരും. പിന്നെ എന്ത് പഠിക്കുന്നതിന് മുമ്പും ആ പഠിക്കുന്നത് എന്തിനാണെന്നുള്ളതിനുള്ളതിനെ പറ്റി ഒരു കറക്റ്റ് ഒരു ധാരണ ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഡിസൈനിലും നിങ്ങൾ ചെയ്യുന്ന വർക്കിലും അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. ഫസ്റ്റ് കാര്യം, നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ആയിട്ടുള്ള എനർജി സെനാരിയോ. ഇതൊന്നും നിങ്ങൾ ക്ലാസ് നോട്ട് ഒന്നും എഴുതണമെന്നില്ല കേട്ടോ. കാര്യം ഞാൻ നോട്ട് എഴുതേണ്ട പോയിന്റ്സ് വരുമ്പോൾ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ആ നോട്ട് ചെയ്താൽ മതി. ഓക്കെ. ഫസ്റ്റ് നമുക്ക് മൊത്തത്തില് നമ്മുടെ നാട്ടില് പ്രൊഡക്ഷൻ നടക്കുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫ്യൂവൽസിന്നാണ് നമ്മൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആദ്യം അറിയണം. എന്തായാലും നമ്മൾ ഇൻപുട്ട് കൊടുത്താലേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പൊ ഏതൊക്കെ ഫ്യൂവൽസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ് ആണ്. ഈ ഫോസിൽ ഫ്യൂവൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ കൽക്കരി, നമ്മുടെ ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് ഈ പറയുന്ന ഫോസിൽ ഫ്യൂവൽസ് കൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത്. അതില് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ 87%, അതായത് നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന നമ്മളൊരു 100 കിലോ വാട്ടിന്റെ പവർ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 100 കിലോ വാട്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ 100 കിലോ വാട്ടിന്റെ എനർജി യൂസേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 87 കിലോ വാട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോസിൽ ഫ്യൂവൽസിലൂടെ. അതായത് നമ്മൾ ഭയങ്കരമായി ഫോസിൽ ഫ്യൂവൽസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മൊത്തത്തിലുള്ള നമ്മുടെ എനർജി ഒരു സെക്ടർ ഇപ്പം നമ്മൾ നമ്മളാ മുന്നോട്ട് പോകുന്നത്. അപ്പം ഒരു ഒരു എക്സാമ്പിൾ എടുക്കുക. 87% ഓഫ് ദ ഫോസിൽ ഫ്യൂവൽസ്
എന്ന് പറഞ്ഞാൽ ഈ ഫോസിൽ ഫ്യൂവൽസ് എത്ര നാളും കൂടെ കാണും എന്നറിയണ്ടേ നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പൊ ഇത് കുറച്ച് നാൾ മുമ്പുള്ള ഒരു ആ, എന്താണ് ഒരു കണക്കാണ്. ലൈക്ക് എനിക്കൊന്ന് 5-7 ഇയേഴ്സ് ഒക്കെ മുന്നേ ഉള്ള കണക്ക്. അതായത് കോൾ ഓൾമോസ്റ്റ് ഒരു 200 ഇയേഴ്സ്, നമ്മുടെ നമ്മുടെ ഓയിൽ അതായത് ഡീസൽ പെട്രോൾ ഒക്കെ 100 ഇയേഴ്സും കൂടെ നമുക്ക്, അതുപോലെ നാച്ചുറൽ ഗ്യാസ് 150 എന്ന് പറഞ്ഞൊരു ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. അപ്പം ആ സ്റ്റഡി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 200 ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫോസിൽ ഫ്യൂൽസ് ഇല്ലെങ്കിൽ നമ്മുടെ 87% ഓഫ് എനർജി പ്രൊഡക്ഷൻ നമുക്ക് പുറകിലോട്ട് പോകും എന്നാണ്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഔട്ടിലേക്ക് നമുക്ക് വരേണ്ട ഒരു അവസ്ഥ വരും എന്നാണ് ആ ഒരു പഠനത്തിൽ പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് തോന്നുന്നത് നമ്മൾ ന്യൂക്ലിയർ എനർജി ഉണ്ടല്ലോ. ഓക്കെ, ബട്ട് ന്യൂക്ലിയർ എനർജി നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഫുൾ പ്രൊഡക്ഷന്റെ 6%, 7% ഒക്കെ ഉള്ളൂ. അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ പുഷ് ചെയ്യുന്നത് നമ്മുടെ റിന്യൂവബിൾ എനർജീസാണ്. അതായത് ഒന്ന് സോളാർ, വിൻഡ്, അതുപോലത്തെ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം നമ്മുടെ KSEB എടുത്തു കഴിഞ്ഞാൽ KSEB മാക്സിമം എന്താ ചെയ്യുന്നത്, സോളാർ പവറിനെ മാക്സിമം പുഷ് ചെയ്യാൻ നോക്കുന്നു. ആ പുഷ് ചെയ്യാൻ നോക്കുന്നതിന്റെ കാരണം എന്താ, നമ്മുടെ ഫോസിൽ ഫ്യൂവൽസിന്റെ ഉപയോഗം കുറയ്ക്കുകയും നമ്മുടെ ഈ പറയുന്ന സോളാർ എനർജിയുടെ ഉപയോഗം കുറച്ച് കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ, പക്ഷെ ഒരിക്കലും ഇത് ഈ 7% നമുക്ക് ഈ 80%ലോട്ടൊന്നും ഒരിക്കലും നമുക്ക് എത്തിക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഫോസിൽ ഫ്യൂവൽസ് വേണം. പക്ഷേ പക്ഷേ നമ്മൾ കുറച്ചെങ്കിലും ഇതിന്റെ ഒരു ഇൻക്രിമെന്റ് 7% ഒരു 20% ആയ അത്രയും നമുക്ക് കുറച്ച് ഫോസിൽ ഫ്യൂവൽസിന്റെ ആവശ്യം ഇപ്പുറത്ത് വരുള്ളൂ. അപ്പം അതുകൊണ്ടാണ് മെയിൻലി ഇപ്പൊ ഈ ഒരു കുറച്ച് നാളായിട്ട് നമ്മൾ മാക്സിമം ഈ പറയുന്ന സോളാർ ടൈപ്പ് ഓഫ് സിസ്റ്റം, സോളാർ എനർജി, അല്ലെങ്കിൽ നമ്മുടെ വിൻഡ് പവർ പ്ലാന്റ്, ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സോളാറിന്റെയും വിൻഡിന്റെയും ഒക്കെ പ്രൊജക്ട്സ് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇപ്പൊ ഏറ്റവും കൂടുതൽ, ഇപ്പം നമ്മുടെ ബൈക്ക് ആണെങ്കിൽ ഐ മീൻ ബൈക്ക്, സ്കൂട്ടർ, അതുപോലെ കാറ്, ഇതൊക്കെ എടുത്താലും ഈ കഴിഞ്ഞ ഒരു 10 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 15 ഇയേഴ്സിനകത്ത് നമുക്ക് വന്ന ചേഞ്ച് ഭയങ്കര വലുതാണ്. ആൾക്കാർ കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾസിലോട്ടൊക്കെ മാറുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് കംപ്ലീറ്റ്ലി നമുക്ക് എന്താണ് ഒരു ഒരു നേച്ചർ ഫ്രണ്ട്ലി ആണോ എന്നുള്ള ഡിബേറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അത് വേറെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പക്ഷെ എനർജി സെക്ടറിൽ നമുക്ക് കൂടുതലും നമ്മുടെ പവർ പ്രൊഡക്ഷൻ നമുക്ക് ഈ പറയുന്ന റിന്യൂവബിൾ സോഴ്സസിലോട്ട് മാറ്റിയാൽ നല്ലതായിരിക്കും എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ കൂടുതൽ റിന്യൂവബിൾ സോഴ്സസിനെ നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അപ്പൊ അടുത്തൊരു കാര്യം, നിങ്ങൾ അടുത്ത അറിയേണ്ട കാര്യം, നമുക്ക് മെയിൻലി 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയാണ് ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് പവർ കിട്ടുന്നത്. ഫസ്റ്റ് ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ വി നീഡ് ടു ജനറേറ്റ് ദ ഇലക്ട്രിസിറ്റി. സോ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ട്. അടുത്ത കാര്യം എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. സോ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമുക്ക് ഫസ്റ്റ് ജനറേറ്റ് ചെയ്യണം. ആ ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ പല രീതിയിൽ ജനറേറ്റ് ചെയ്യും. അതാണ് നമ്മൾ തൊട്ട് മുന്നിലത്തെ സ്ലൈഡിൽ പറഞ്ഞ ഫോസിൽ ഫ്യൂവൽസ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാം. നമുക്ക് ഈ പറയുന്ന ന്യൂക്ലിയർ, ഈ പറയുന്ന റിയാക്ടേഴ്സ് വഴി നമുക്ക് ഇത് ചെയ്യാം. അതുപോലെ റിന്യൂവബിൾ സോഴ്സസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ഹൈഡ്രോ പവറിനെ പറ്റി പറഞ്ഞില്ല. ബിക്കോസ് ഹൈഡ്രോ പവർ നമുക്കങ്ങനെ ഒരുപാട് ജനറേഷൻ കിട്ടുന്ന ഇതല്ല ഹൈഡ്രോ പവർ എന്ന് പറയുന്നത്. കൂടുതലും നമ്മൾ ഈ ഫോസിൽ ഫ്യൂവൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഫോസിൽ ഫ്യൂവലിന്റെ കാര്യം പറഞ്ഞത്. അപ്പം പിന്നെ നമുക്ക് ഹൈഡ്രോ പവർ നമുക്ക് നമ്മുടെ നേച്ചറും കൂടെ നമ്മളെ എന്താണ്, നമുക്ക് ഹൈറ്റ് ഉള്ള സ്ഥലം, അല്ലെങ്കിൽ നല്ല വാട്ടർ റിസോഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഹൈഡ്രോ പവർ കൊണ്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ കാര്യം കൊണ്ടാണ് നമ്മൾ നേരത്തെ സ്ലൈഡിൽ ഹൈഡ്രോ പവറിനെ പറ്റി നമ്മൾ അധികം പറയാൻ. ഹൈഡ്രോ പവർ വളരെ ചെറിയൊരു പെർസെന്റേജ് മാത്രമേ നമുക്ക് നമ്മുടെ ഈ പറയുന്ന ഫുൾ നമ്മുടെ ഒരു എനർജി സെക്ടറിലേക്ക് നമുക്ക് പ്രൊഡക്ഷൻ തരുന്നുള്ളൂ. അപ്പം നമുക്ക് ജനറേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഈ ജനറേറ്റ് ചെയ്ത് അവിടെ വെച്ചാൽ പോരാ. നമുക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്മിറ്റ് ചെയ്യണം. ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പം നിങ്ങൾ പവർ സിസ്റ്റത്തിലൊക്കെ പഠിച്ച പോലെ 400 kV, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പലതായിട്ട് 400, പിന്നെ 220, പിന്നെ 110, 66, 33 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇപ്പം നമ്മൾ ഇപ്പൊ സംസാരിക്കുമ്പോൾ നമ്മുടെ വീടുകളുടെ കേസ് മാത്രം എടുക്കാം. നമ്മുടെ ഈ പറയുന്ന 11 kV, ഈ നമ്മുടെ വീടിനടുത്ത് ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ടായിരിക്കും. ആ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ 11/433 വോൾട്ട്, അല്ലെങ്കിൽ 11 kVയെ നമ്മൾ 433 വോൾട്ടിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് അത് നമുക്കൊരു ത്രീ ഫേസ് സപ്ലൈ ആയിട്ട് നമ്മുടെ നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ, അതായത് നമ്മുടെ പോസ്റ്റിലൂടെ
നമുക്ക് വീട്ടിലേക്ക് വരുന്നു. നമ്മൾ വീട്ടിൽ സിംഗിൾ ഫേസാ ഉപയോഗിക്കുന്നതെങ്കിൽ ആ പറയുന്ന 3 ഫേസിന്ന് ഒരു ഫേസും ഒരു ന്യൂട്രലും എടുത്ത് ആ, നമ്മുടെ വീട്ടിലെ നമ്മുടെ എനർജി മീറ്ററിനകത്ത് തന്ന് നമുക്കത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ വരും നമ്മൾ ഉപയോഗിക്കുന്നു. അത് 230 വോൾട്ട് ആയി നമ്മളപ്പം. അപ്പൊ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇരിക്കുന്നത്. ആ സിസ്റ്റത്തിനകത്തുള്ള ഒരു കുഴപ്പം എന്താന്ന് ചോദിച്ചാല്, നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്ന കാര്യം നിങ്ങളൊന്ന് ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കുക. നമ്മൾ ഒരു 100 കിലോ വാട്ട് ജനറേറ്റ് ചെയ്യാനുള്ള കോൾ നിങ്ങൾ അറിയേണ്ട കാര്യം, നമ്മൾ ഫോസിൽ ഫ്യൂവൽസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ 100 കിലോ വാട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു കോള് നമ്മൾ എടുത്തു. ആ കോള് നമ്മൾ കത്തിക്കുന്ന സമയത്ത് ആ കോള് കത്തിച്ച് അതിന് വെള്ളം ചൂടാക്കി വാട്ടർ സ്റ്റീമായി, സ്റ്റീം വന്നിട്ട് നമ്മുടെ ടർബൈനെ കറക്കണം. ടർബൈനെ കറക്കുമ്പോഴാണ് ആ ടർബൈന്റെ ഷാഫ്റ്റ് കൊണ്ടുവന്ന് നമ്മളൊരു ഓൾട്ടർനേറ്ററിൽ കണക്ട് ചെയ്ത് ആ ഓൾട്ടർനേറ്റർ കറങ്ങി നമുക്ക് എന്ത് വേണം, ഈ പറയുന്ന ഇലക്ട്രിക്കൽ എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ ഫസ്റ്റ് 100 കിലോ വാട്ട് കോളിനെ നമ്മൾ ഇനിഷ്യലി കത്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് അവിടെ ഒരു 65% ഓഫ് ദ ലോസ് ആ ടർബൈൻ സൈഡിൽ തന്നെ വരും. അതായത് നമ്മൾ കൊടുത്ത ഇൻപുട്ടിന്റെ 65% അപ്പം തന്നെ നമുക്ക് ലോസിൽ വരും. ബാക്കി നമുക്ക് കിട്ടുന്ന ആകെ 35%ലാണ് നമ്മുടെ പവർ പ്രൊഡ്യൂസ് ആകുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്ക്. നമ്മള് നമ്മളൊരു 100 കിലോ വാട്ടിന്റെ ഒരു ഇൻപുട്ട് അങ്ങോട്ട് കൊടുത്തപ്പോ തന്നെ നമുക്ക് കിട്ടിയ 35% നമുക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി 65% ടർബൈൻ സൈഡ് ലോസ് തന്നെ. അതിന്റെ കാരണം നമുക്ക് ഈ പറയുന്നതിന്റെ ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വാട്ടർ സ്റ്റീം ആക്കാൻ, സ്റ്റീം ടർബൈൻ കറക്കണം. അപ്പൊ അങ്ങനത്തെ ലോസ് എല്ലാം കൂടെ വരുമ്പോൾ ബാക്കി നമുക്ക് 35% ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ നമുക്ക് അവിടെ വരുന്നുള്ളൂ. അപ്പം ഇത് ശരിക്കും പറഞ്ഞ ഒരു ജനറൽ സ്റ്റഡിയാണ്. ഇത് നമ്മൾ നമ്മുടെ ആ, പല പേപ്പറുകളിലും അവർ സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് മനസ്സിലായ ഒരു കാര്യം ഞാനൊന്ന് അത് ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ 35% ഓഫ് പവർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അത് ആ ടർബൈൻ സൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ടർബൈൻ സൈഡിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് വേണം, നമുക്ക് അവിടെ പിന്നെ ജനറേഷൻ ലോസസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന പവറിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലാണ് നമ്മുടെ വീടിനടുത്ത് വെച്ചേക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വരെ എത്തണം. ആ എത്തുന്ന സമയത്തുള്ള കണക്കെടുക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100 കിലോ വാട്ടിന്റെ ഇൻപുട്ട് കൊടുത്താല് നമുക്ക് ആകെ കിട്ടുന്നത് ഓൾമോസ്റ്റ് 16.5 കിലോ വാട്ട് ആണ് നമുക്ക് കിട്ടുന്ന ആകെ ആകെ ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് 100 കിലോ വാട്ട് ഓഫ് ഫ്യൂവൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന 16.5 കിലോ വാട്ട് ഔട്ട്പുട്ടാണ്. അതായത് കുറച്ചും കൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മള് നമ്മൾ 6 കിലോ വാട്ടിന്റെ ജനറേഷൻ ചെയ്താലേ നമുക്ക്, അതായത് 6 കിലോ വാട്ടിന്റെ ഇൻപുട്ട് കൊടുത്താലേ നമുക്ക് 1 കിലോ വാട്ട് എങ്കിലും നമുക്ക് യൂസബിൾ ആയിട്ട് കിട്ടുള്ളൂ. ഇനി അതിന്റെ അടുത്തൊരു സൈഡ് ആലോചിച്ച് നോക്കുക. നമ്മൾ വീട്ടില് ഗവൺമെന്റ് എപ്പോഴും നമുക്ക് പരസ്യങ്ങൾ വരാറില്ലേ, നിങ്ങൾ വൈകുന്നേരം നിങ്ങൾ ആവശ്യമില്ലാത്ത സമയത്ത് ലൈറ്റ് ഓൺ ആക്കരുത്, ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ ഫാൻ മുറിയിലില്ലെങ്കിൽ ഫാൻ ഓഫ് ആക്കി ഇടുക, ആവശ്യമില്ലാതെ ഇലക്ട്രിക്കൽ അപ്ലയൻസ് യൂസ് ചെയ്യാതിരിക്കുക. അതിന്റെ ബേസിക് ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല്, നമ്മൾ ഓരോ കിലോ വാട്ടും നമ്മൾ നമ്മുടെ കൺസ്യൂമർ സൈഡിൽ നമ്മൾ വേസ്റ്റ് ആക്കുമ്പോൾ നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബാധ്യത ഓൺ ജനറേഷൻ, ഐ മീൻ നമ്മുടെ ജനറേഷൻ ഇൻപുട്ടിൽ നമ്മൾ ഓൾമോസ്റ്റ് 6 കിലോ വാട്ട് ഓഫ് ഫ്യൂവൽ വേസ്റ്റേജ് ഉണ്ടാക്കുന്നത് ഓൺ ജനറേഷൻ സൈഡ്. അപ്പം നിങ്ങൾക്ക് ഇനി കിലോ വാട്ടിന്റെ കണക്കുകളും ഒക്കെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കുക. വീട്ടില് വീട്ടില് ഒരു ഒരു 100 വാട്ട്സിന്റെ ഫാൻ ഉണ്ട്. അപ്പം 100 വാട്ട്സിന്റെ ഫാൻ നിങ്ങൾ വെറുതെ ഓൺ ആക്കിയിട്ടിരുന്ന അതിന്റെ പവർ, അതിന്റെ ആ ആ വേസ്റ്റേജ് ആക്കുന്ന പവറിന്റെ 6 ടൈംസ് ആയിട്ടാണ് നമ്മുടെ ജനറേഷൻ സൈഡിലേക്ക് നമുക്ക് ആ ഫ്യൂവലിന്റെ വേസ്റ്റേജ് ഉണ്ടാകുന്നത്. അപ്പൊ ആ കാരണം കൊണ്ടാണ് ഗവൺമെന്റ് പലപ്പോഴും ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളെടുത്ത് എന്താണ് പല പരസ്യങ്ങൾ വരാറില്ല. പല നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുന്ന പോലെ, എന്താണ്, നിങ്ങൾ ലൈറ്റ് ഫാനുകൾ നിങ്ങൾ നിങ്ങൾക്കത് യൂസബിൾ അല്ലാത്ത സമയത്ത് ഓഫ് ചെയ്തിടുക എന്നൊക്കെ പറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഈ ഒരു വേസ്റ്റേജ് മനസ്സിൽ കണ്ടോണം. അപ്പം ഇതിനകത്ത് നമുക്ക് മെത്തേഡ്സ് ഓഫ് എനർജി, ഐ മീൻ ഈ എനർജി സേവിങ്ങിന് എന്തൊക്കെ മെത്തേഡ് ഉപയോഗിക്കാമെന്നുള്ളതിലാണ് ഇതിനകത്ത് പറയുന്ന യൂസിങ് പവർ എഫിഷ്യൻ്റ്ലി.
അപ്പം യൂസിങ് പവർ എഫിഷ്യന്റ്ലി, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂസിങ് പവർ എഫിഷ്യന്റ്ലി എന്ന് പറഞ്ഞാൽ പവർ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കുക അല്ലെങ്കിൽ ഫാൻ ഓഫ് ആക്കുക എന്നുള്ളതല്ല അതിന്റെ കൺസെപ്റ്റ്. ഇപ്പൊ നമ്മളൊരു സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊജക്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഡിസൈനിൽ നമുക്ക് വേണ്ട ഔട്ട്പുട്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു റൂമിലേക്ക് നമുക്ക് വെറുതെ ചുമ്മാ പോയി നോക്കിയിട്ട് പറയാം ഇവിടെ ഇവിടെ 1.5 ടൺ AC വെക്കാം. അതേസമയം ഒരു ഡിസൈനർ കറക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് അതിന്റെ ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ എടുത്ത് അത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ 0.75 കിലോ ടണ്ണേജിന്റെ AC ആവശ്യമേ ചിലപ്പോൾ വരുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ തന്നെ ഒരു 750 വാട്ട്സിന്റെ, ഇത് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതാ, ഇത് നമ്മുടെ അതായത് ഞാൻ ഏറ്റവും ഏറ്റവും ചെറിയ എക്സാമ്പിളുകൾ പറയാം. നമുക്ക് പതുക്കെ പതുക്കെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അതിന്റെ എനർജി എഫിഷ്യൻസി എന്താണെന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഒരുപാട് പവർ സേവിങ് ഉണ്ടാവും. ഇതിപ്പോ നമ്മളൊരു ചെറിയ റൂമിന്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോ നമ്മളൊരു വലിയ പ്രൊജക്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ മൊത്തത്തിലുള്ള ഹീറ്റ് ലോഡ് എടുക്കുമ്പോൾ അതിന് എന്തുമാത്രം ചേഞ്ചസ് ഉണ്ടാവും. ഐ മീൻ ഹീറ്റ് ലോഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ നിങ്ങളുടെ HVAC സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിസ്റ്റം, നമ്മുടെ ലൈറ്റിന്റെ കാര്യം എടുക്കാം. നമ്മളിപ്പം പണ്ട് 60 വാട്ട്സിന്റെ ഇൻകാൻഡസെന്റ് ടൈപ്പ് ഓഫ് ബൾബാ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പം മാറി നമ്മൾ 7 വാട്ട്സിന്റെ നമ്മൾ ഈ LED ലൈറ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ഈ എനർജി സേവിങ്ങിന്റെ ഒരു ഒരു ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് ആ, ഈ പറയുന്ന കൺവേർഷൻ എഫിഷ്യൻസി കൂട്ടുക. ഈ കൺവേർഷൻ എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ട്രാൻസ്മിഷൻ സൈഡിൽ ഒരുപാട് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ പ്രോസസ്സുകൾ നടക്കും. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ സൈഡിലും ഒക്കെ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ സംഭവങ്ങളുണ്ടാവും. അപ്പൊ ആ സ്ഥലത്തൊക്കെ കൂടുതൽ നമ്മുടെ പവർ ഇലക്ട്രോണിക്സ് ടൈപ്പ് ഓഫ് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് കൺവേർഷൻ. പക്ഷെ അത് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു മേഖലയെ നമുക്ക് പ്രത്യേകിച്ച് അവിടെ അവിടെ നമ്മുടെ ഒരു ഡിസൈൻ വരുന്നില്ല. കാര്യം ഇപ്പൊ നമ്മൾ കൂടുതൽ നോക്കുന്ന MEP ഓൺ ബിൽഡിംഗ് സർവീസസ് ആണ്. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. കൂടുതലായിട്ട് നമുക്ക് എന്താണ് കൂടുതൽ പവർ ഇലക്ട്രോണിക്സ്, കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള, അതായത് കൂടുതൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ആ ഒരു എഫിഷ്യൻസി നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത കാര്യമുള്ളത്, നമുക്ക് ഈ റിന്യൂവബിൾ എനർജി കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് സബ്സിഡീസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് കൂടുതൽ സോളാർ വയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പ്രൊജക്റ്റിലും നമുക്ക് പറ്റുന്ന സ്പേസിൽ നമുക്ക് കുറച്ചും കൂടി ഒരു റിന്യൂവബിൾ എനർജി ലൈക്ക് നമ്മുടെ സോളാർ ഈ സിസ്റ്റം ഒക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിക്കൊണ്ട് നമ്മുടെ ബിൽഡിങ്ങിന്റെ മൊത്തത്തിലുള്ള ഒരു ഈ ഈ പറയുന്ന എനർജി കുറച്ചും കൂടെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അതൊരു ഡിസൈനർ എന്നുള്ള രീതിയിൽ അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാല്, അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം നമ്മുടെ ഇപ്പൊ ഞാൻ ടോപ്പിക്ക് തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞ കാര്യം, ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ എനർജി സെനാരിയോ എന്താണ്. അപ്പൊ ആ എനർജി സെനാരിയോ വച്ചുകൊണ്ട് നമ്മുടെ MEP ഡിസൈനിങ്ങിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ഈ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ, ക്ലിയർ ആണോ എല്ലാം? ആ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത അടുത്ത കാര്യം, അതായത് ഇപ്പൊ നമ്മൾ ഈ എനർജി സെനാരിയോ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അടുത്ത സംഭവം നമുക്ക് വരുന്നത് എന്താന്ന് വെച്ചാല്, നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് MEP ഡിസൈനിങ് ഇൻ ബിൽഡിംഗ് സർവീസസ്. അപ്പൊ നമ്മൾ എനർജി സെനാരിയോയുടെ കാര്യം, എഫിഷ്യൻസിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. എന്തൊക്കെ MEP സർവീസസ് നമ്മളൊരു ബിൽഡിങ്ങിലേക്ക് ഡിസൈൻ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. വളരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് എന്തായാലും എനർജി സപ്ലൈ വേണം. അത് പലതരത്തിലുള്ള എനർജി സപ്ലൈ ഒരു ബിൽഡിങ്ങിലേക്ക് വരും. അപ്പൊ ഇതിൽ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, റിന്യൂവബിൾ സോഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഗ്യാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം
നമ്മുടെ എൽപിജി ഗ്യാസിന്റെ കാര്യമല്ല ഈ പറയുന്ന ചില ബിൽഡിങ്ങുകളിലൊക്കെ പുറത്തുള്ള ബിൽഡിങ്ങിലൊക്കെ നമുക്ക് ബോയിലേഴ്സ് ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ബിൽഡിംഗ് ഹീറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. അതാണ് ആ ഗ്യാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റി നമ്മൾ എന്തായാലും കൊടുക്കണം. പിന്നെ നമുക്ക് റിന്യൂവബിൾ സോഴ്സ് നമുക്ക് കൊടുക്കാം. ഇലക്ട്രിസിറ്റിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാ കെ എസ് ഇ ബിന്ന് വരുന്ന, കെ എസ് ഇ ബി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഏത് ഗവൺമെന്റ് സപ്ലയർ ആണെങ്കിലും അവർ തരുന്ന ഇലക്ട്രിസിറ്റി. അടുത്ത എന്താ നമുക്ക്, എന്തായാലും അവിടെ എസ്കലേറ്റേഴ്സ് കാണും, ലിഫ്റ്റ് കാണും, പിന്നെ ഫയർ സേഫ്റ്റി എക്യുപ്മെന്റ്സ്, പിന്നെ ഡിറ്റക്ഷൻസ്, അങ്ങനെ എന്താണ് ഈ ഡിറ്റക്ഷൻ സോഴ്സ്, ഫയർ സേഫ്റ്റി, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കാണും. അപ്പം അവിടത്തേക്കെല്ലാം നമുക്ക് എനർജി സപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ മെയിൻ ആൾക്കാർ, ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയ ലോഡുകളിൽ ഒന്ന് അതായിരിക്കും. പിന്നെ ലൈറ്റിങ്, അത് നാച്ചുറൽ കാണും, ആർട്ടിഫിഷ്യൽ കാണും. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബൾബ് കാര്യങ്ങൾ, നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സൂര്യനീന്നോ അല്ലെ അല്ലെ മൂണീന്നോ കിട്ടുന്ന ലൈറ്റ്. പിന്നെ സെക്യൂരിറ്റി സിസ്റ്റം, അലാം സിസ്റ്റം കാണും. പിന്നെ വാട്ടർ ഡ്രെയിനേജ്, പ്ലംബിംഗ് സിസ്റ്റം കാണും. ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മളൊരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന മെയിൻ ആയിട്ടുള്ള ആൾക്കാരും നമ്മൾ പവർ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവങ്ങൾ ഇതിലേക്കൊക്കെയാണ്. ഇതില് ഇതാണ് മെയിൻ ആയിട്ടുള്ള ബിൽഡിംഗ് സർവീസസ്. ഇതില് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ കൺസെപ്ഷൻ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് ആദ്യം അറിയണം. മെയിൻലി മെയിൻലി നിങ്ങൾ അറിയേണ്ടത് 45% ഓഫ് ദ എനർജി കൺസപ്ഷൻ എടുക്കുന്നത് നമ്മുടെ HVAC സിസ്റ്റം ആയിരിക്കും. ഓൾമോസ്റ്റ് 26% നമ്മുടെ ലൈറ്റിംഗ് സിസ്റ്റത്തിലേക്ക് പോകും. 21% ഓഫീസ് പർപ്പസ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ഓഫീസ് ബിൽഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഓഫീസിലെ എന്താണ് നമ്മുടെ സിസ്റ്റം, സെർവർ, അങ്ങനത്തെ കാര്യങ്ങൾ ഇതിനകത്തൊക്കെയാണ് ഈ ഓഫീസ് പർപ്പസ് എന്ന് പറയുന്നത്. ബാക്കി ഒരു 8% അതേഴ്സിലേക്ക് നമുക്ക് ഇടാം. ബാക്കിയുള്ള എന്താണ് പ്ലംബിംഗ് സിസ്റ്റം, ഡ്രെയിനേജ്, ഇത് ഓഫീസ് ബിൽഡിംഗ് ആയതുകൊണ്ടാണ്. അല്ല ഇനിയിപ്പോ നമ്മൾ ഇൻഡസ്ട്രി എടുക്കുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ ചിലപ്പം കൂടുതൽ മിഷനറിക്ക് ആയിരിക്കും പോകുന്നത്. ഇപ്പൊ ഞാൻ തൽക്കാലം ഒരു ഓഫീസ് ബിൽഡിങ്ങിന്റെ മാത്രം സെനാരിയോ എടുക്കുക. അപ്പം അപ്പം ഇപ്പൊ നമ്മൾ ഓഫീസ് ബിൽഡിങ്ങിന്റെ കാര്യം മാത്രം ആയതുകൊണ്ട് ഇതിന്റെ ഏറ്റവും മെയിൻ കൺസെപ്ഷൻ HVAC ആയതുകൊണ്ട് ആ ഒരു ടോപ്പിക്കിനെ പറ്റി മാത്രം ഞാൻ ഒന്ന് പറയുക. അതായത് HVAC സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്യുന്നതിലൂടെ എന്താണ്, ആ പറഞ്ഞേക്കുന്ന 45% ഓഫ് ദ എനർജി അല്ലെ ആ കൺസപ്ഷനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒന്ന് യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, അതായത് ഇത് ഞാൻ പറയുന്നതിന്റെ കാരണം, ഇത് തൊട്ട് മുന്നത്തെ ടോപ്പിക്ക് ഞാനൊരു പോയിന്റ് പറഞ്ഞായിരുന്നു, മെത്തേഡ് ഓഫ് സേവിങ് എനർജി പറഞ്ഞപ്പോൾ യൂസിങ് പവർ എഫിഷ്യന്റ്ലി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ആ യൂസിങ് പവർ എഫിഷ്യന്റ്ലി എങ്ങനായിരിക്കും, ഈ യൂസിങ് പവർ എഫിഷ്യന്റ്ലി എന്ന് പറയുന്ന ആ ടോപ്പിക് എങ്ങനെയാ നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഈ പറയുന്നത്. ഇവിടെ 45%, ഇവിടെ ഓൾമോസ്റ്റ് 45% HVACക്കാന്ന് പറഞ്ഞത്. അപ്പോൾ അപ്പം 45% HVACക്കും ബാക്കി 26% ലൈറ്റിങ്ങിനും പോകുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യണ്ടേ, നമ്മുടെ HVAC സിസ്റ്റത്തെ പ്രോപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്യണം. അതാണ് ഇപ്പം നിങ്ങൾക്ക് HVACയുടെ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഡിസൈനിങ്, ഈവൻ ഡക്റ്റിന്റെ ഡിസൈൻ, എയർ ഫ്ലോ ഡിസൈൻ, എന്താണ് അതിന്റെ മിഷ്യന്റെ CFM കാൽക്കുലേഷൻ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിൽ വരും. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ അവിടെ ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. മാക്സിമം എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള അപ്ലയൻസസ് ഉപയോഗിക്കുക. എനർജി എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എളുപ്പം പറഞ്ഞുതരാം. അതായത് നമ്മൾ പെട്ടെന്ന് മനസ്സിലായാൽ, അതായത് നമ്മൾ AC വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഇവര് പറയുന്നത് 5 സ്റ്റാർ റേറ്റഡ് ആണ്, ഇത് 4 സ്റ്റാർ ആണ്, അല്ലെ 3 സ്റ്റാർ ആണെന്നൊക്കെ പറയാം അല്ലെ. എന്നിട്ട് ഇതിന്റെ സൈഡിൽ ഇവരിങ്ങനെ എഴുതുക, അതായത് നമ്മൾ 1 ഇയർ യൂസ് ചെയ്ത അതിന്റെ കൺസപ്ഷൻ എത്ര ആയിരിക്കും, ഇത് 1 ഇയർ യൂസ് ചെയ്തതിന് ഇത്രയും കൺസപ്ഷൻ ആവും, ഇതിന്റെ 1 ഇയർ ഇത്രയായിരിക്കും. ഇനിയിപ്പോ ഈ ഈ പറയുന്ന AC തന്നെ നിങ്ങൾ പോകുമ്പോൾ ഇൻവെർട്ടർ ടൈപ്പും നോൺ ഇൻവെർട്ടർ ടൈപ്പും കാണും. എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാം ഇൻവെർട്ടർ ടൈപ്പാ വരുന്നത്. ഇപ്പൊ അങ്ങനെ നോൺ ഇൻവെർട്ടർ ടൈപ്പ് വരുന്നുണ്ടോ എന്ന് അറിയില്ല. ഇല്ല, ഇപ്പൊ അങ്ങനെ വരാറില്ല. അപ്പൊ നമ്മൾ ഇൻവെർട്ടർ ടൈപ്പ് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് എഫിഷ്യന്റ് ആണ്. അപ്പൊ ആ 5 സ്റ്റാർ, 4 സ്റ്റാർ, 3 സ്റ്റാർ റേറ്റിംഗ് പറയുന്ന പോലെ അങ്ങനെ ഓരോ ഓരോ എക്യുപ്മെന്റ്സിനും എന്താണ് നമ്മൾ സ്റ്റാർ റേറ്റിംഗ്സ് ഉണ്ട്. അപ്പൊ ആ സ്റ്റാർ റേറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ എനർജി എഫിഷ്യൻസി കൂടുതലാകുമ്പോൾ കൂടുതൽ സ്റ്റാർ റേറ്റിംഗ് കിട്ടും. അപ്പൊ അങ്ങനെ കൂടുതൽ സ്റ്റാർ റേറ്റിംഗ് ഉള്ള എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള അപ്ലയൻസസ് നമ്മൾ
നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ലൈറ്റ് ബൾബ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, കാര്യം 26% നമ്മുടെ എനർജി വരുന്നത് ലൈറ്റിങ്ങിനാന്നുള്ളതാണ്. അപ്പൊ എന്താ, മാക്സിമം എഫിഷ്യന്റ് ആയിട്ടുള്ള ആ ലൈറ്റ്സ് യൂസ് ചെയ്യുക. മാക്സിമം എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ റൂം കൺസിഡർ ചെയ്ത ആ റൂമിൽ വേണ്ട ലൈറ്റ്, അല്ലെങ്കിൽ ആ റൂമിൽ നമുക്ക് വേണ്ട ലൈറ്റിന് നമ്മൾ വിളിക്കുന്നതിന്റെ ലെക്സ് ലെവൽ എന്നാണ്. ഈ ലെക്സ് ലെവൽ എന്ന് പറഞ്ഞാല് അത് ഇപ്പം നമ്മള് 60 വാട്ട്സിന്റെ നമ്മൾ നോർമൽ നമ്മുടെ പഴയ ഇൻകാൻസൻ ഇത് യൂസ് ചെയ്ത തരുന്ന ലെക്സ് ലെവൽ തന്നെ നമുക്ക് ചിലപ്പോൾ 9 വാട്ട്സിന്റെ LED ഇത് വെച്ചിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ടോപ്പിക്സിനെ പറ്റി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ എന്താ, നമുക്ക് അവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു 51 വാട്ട്സിന്റെ ഇത് നമുക്ക് എന്താണ് ഒരു എനർജി സേവിങ് വന്നു. അപ്പൊ നമ്മുടെ ലൈറ്റ് ബൾബ്സ് യൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ മാക്സിമം എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ലൈറ്റ് സോഴ്സസ് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ കൂടുതൽ നാച്ചുറൽ ലൈറ്റിംഗ് ആഡ് ചെയ്യാൻ നോക്കുക അതിനകത്ത്. എന്നാലും നൈറ്റിലൊക്കെ നമുക്ക് ഈ പറയുന്ന ബൾബ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ കാര്യങ്ങൾ കൂടുതൽ എനർജി എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക. അപ്പം നിങ്ങള് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നിങ്ങൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പൊ എന്തുമാത്രം കാര്യങ്ങൾ ഈ ബിൽഡിംഗ് സർവീസിനകത്ത് നമ്മുടെ ഡിസൈൻ ത്രൂ കടന്നു പോകുന്നുണ്ട്. മെയിൻലി എനർജി, ഐ മീൻ നമ്മുടെ എനർജി എഫിഷ്യൻസി നമ്മൾ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് പവർ കൺസപ്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞു തുടങ്ങിയ ടോപ്പിക്കിലേക്ക് വരാം. ഈ എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള അപ്ലയൻസസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന മാക്സിമം പവർ നമ്മൾ സേവ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടാകും നമുക്ക്? ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജനറേഷൻ സൈഡിലേക്ക് ഒരു 6 ടൈംസിന്റെ ലോസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഇതാണ് ഒരു കൺസെപ്റ്റ്. നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കുക. നിങ്ങൾ മെയിൻലി ഡിസൈൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള എന്താണ് ഒരു കൂടുതൽ റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് മനസ്സിലാകാൻ വേണ്ടിയാണ് ആദ്യത്തെ ടോപ്പിക് ഞാൻ പറഞ്ഞു പോയത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല ഇല്ല. അല്ലെ ക്ലിയർ ആണ്? ഇല്ല ഇല്ല ഇല്ല. ആ, അതെ. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലെ മൂന്നാമത്തെ ഇത് നമുക്ക് എടുക്കാം. സപ്ലൈ വോൾട്ടേജസ് ഓഫ് ഇന്ത്യ. സപ്ലൈ വോൾട്ടേജ് ഏതൊക്കെ വോൾട്ടേജസ് ആണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്തിരുന്നത്? ഓക്കെ. മെയിൻലി നമുക്ക് ആദ്യം തുടങ്ങാം. നമ്മുടെ വീടുകളിൽ നമ്മൾ പറഞ്ഞാല് നമ്മൾ യൂസ് ചെയ്യുന്ന എത്ര 240 വോൾട്ടിന്റെ സപ്ലൈ വോൾട്ടേജ്. ചില വീടുകൾ നിങ്ങൾ നോക്കിയാൽ 3 ഫേസ് ആയിരിക്കും, അത് 415 വോൾട്ട്. ഇതെങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ മാക്സിമം കണക്റ്റഡ് ലോഡ് എത്ര എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഗവൺമെന്റ് അതോറിറ്റിയെ നമ്മൾ ഒരു വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയും. അപ്പൊ നമ്മൾ പറയും നമ്മുടെ വീട്ടിലെ മാക്സിമം കണക്റ്റഡ് ലോഡ് എനിക്ക് 3.5 കിലോ വാട്ടേ ഉള്ളൂ. ഇപ്പൊ 3.5 കിലോ വാട്ടേ നമുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ 5 കിലോ വാട്ടിന്റെ താഴത്തെ സ്ലാബിലാണ്. സോ ആ വീട്ടിലേക്ക് നമുക്ക് സിംഗിൾ ഫേസ് സപ്ലൈയുടെ ആവശ്യമുള്ളൂ. അതേസമയം ഇപ്പം പോയിട്ട് പറയുക നമുക്ക് 15 കിലോ വാട്ടിന്റെ ലോഡ് റിക്വയർമെന്റ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ എന്താ, 5 കിലോ വാട്ടിന്റെ മേളിലേക്കുള്ള റിക്വയർമെന്റ് വന്നു. സോ ആ ഒരു വീട് എന്ന് പറയുന്നത് 3 ഫേസിലേക്ക്. ഇത് വീടിന്റെ കേസ് മാത്രമല്ല. ഇപ്പൊ നമ്മളൊരു മില്ല് സ്റ്റാർട്ട് ചെയ്യുക, പൊടിക്കുന്ന മില്ല്, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ചെറിയ ഇൻഡസ്ട്രീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ലോഡ് എടുക്കുന്ന സമയത്ത് അവർക്ക് കിട്ടും. ചിലപ്പോൾ ആ ഇൻഡസ്ട്രി 60 കിലോ വാട്ട് ലോഡ് ആയിരിക്കും. അപ്പം നോക്കിയിട്ട് അവർ പറയും ഓക്കെ 60 കിലോ വാട്ട് 5 കിലോ വാട്ടിന് മേളിലാണ് 100 KVA. ഞാൻ ആ KVA കിലോ വാട്ട് എന്താണെന്നൊക്കെ ഉള്ളത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട്. അപ്പൊ ആ 60 കിലോ വാട്ട് ഓക്കെ, അത് 100 KVAക്ക് താഴെ 5 കിലോ വാട്ടിന് മേളിൽ. സോ ആ ഇൻഡസ്ട്രി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 ഫേസ് ഇതിനകത്ത് നിർത്താൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ചില സ്ഥലങ്ങളിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ സെപ്പറേറ്റഡ് ട്രാൻസ്ഫോമർ വെച്ചേക്കുന്നത് കാണാം. ആ സെപ്പറേറ്റഡ് ട്രാൻസ്ഫോമർ വയ്ക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 100 KVAക്ക് മേളിൽ അവിടുത്തെ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് വന്നാൽ അവിടെ എന്ത് ചെയ്യും, നമ്മൾ ആ ട്രാൻസ്ഫോമർ അവിടെ നമ്മൾ വെക്കും. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇതിന്റെ മേളിൽ കണക്റ്റഡ് ലോഡ്, ഡിമാൻഡ് ബേസ്ഡ് മീറ്ററിങ്,
പിന്നെ കോൺട്രാക്ട് ഡിമാൻഡ് എന്താ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പതുക്കെ ഓരോരോ ടോപ്പിക്കായിട്ട് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എല്ലാം കൂടെ അങ്ങോട്ട് നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവില്ല. അപ്പൊ മെയിൻലി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഈ 230, 415, 11 അപ് ടു 33 ആണ് നമ്മുടെ ഈ ക്ലാസ്സുകളിൽ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ ഒക്കെ ലൈസൻസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 11 kV വരെ നല്ലോണം ഡിസൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതിന് പല കൺസിഡറേഷൻസ് ഉണ്ട്. ഇപ്പൊ സോളാറിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അതുപോലെ നിങ്ങളുടെ യൂണിറ്റ് ലോഡിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ടോപ്പിക്കിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഈ ചാർട്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട്സ് എഴുതിയെടുക്കണ്ട. ഇതിന്റെ ചാർട്ടും ഇതിന്റെ ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ഞാൻ അയച്ചു തരാം ഇതൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സപ്ലൈ വോൾട്ടേജസ് വരുന്നത്. പിന്നെ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇത് കണ്ടോ, നമ്മുടെ ഒരു 100 kVAക്ക് മുകളിലേക്ക് ഒരു ലോഡ് വന്നു കഴിഞ്ഞാൽ ആ കൺസ്യൂമർ എന്ന് പറയുന്നത് പിന്നെ 11 kV കൺസ്യൂമർ. അതായത് നമ്മുടെ KSEB എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മുടെ വീടിനടുത്ത് വെച്ചേക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഉണ്ടല്ലോ, ആ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ ഒരു സൈഡില് 11 kV ലൈനും വരും. അതിന്റെ തൊട്ട് സെക്കൻഡറി സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, 3 ഫേസ് സപ്ലൈ ആയിട്ടാണ് നമ്മൾ നമ്മുടെ പോസ്റ്റുകളിലേക്ക് വന്നിട്ടാണ് നമ്മുടെ വീടുകളിൽ വരുന്നത്. അപ്പം ഈ 11 kV കൺസ്യൂമർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറ്റുന്നത്, ആ ആളുടെ ആ പറയുന്ന കൺസ്യൂമറിന്റെ സൈഡിലേക്ക് ഈ പറയുന്ന 11 kV സപ്ലൈ ഡയറക്റ്റ് ചെല്ലും. ആ 11 kV സപ്ലൈ എന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ട്രാൻസ്ഫോമറിനെ കണക്ട് ചെയ്യുന്നത്. ആ ട്രാൻസ്ഫോമറിനെ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യും, ആ കൺസ്യൂമർ പിന്നെ അതിൽ നിന്ന് 3 ഫേസ് സപ്ലൈ എടുത്തോണ്ട് അയാളുടെ എന്താണ് ആ പറയുന്ന സ്ഥലത്തേക്കുള്ള അയാൾക്ക് വേണ്ട ലോഡ് റിക്വയർമെന്റ് അയാൾ എടുക്കും. അപ്പം ആ 11 kV കൺസ്യൂമറിന് മാക്സിമം 3000 kVA വരെയുള്ള ലോഡ് റിക്വയർമെന്റ് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് 3000 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ, അവൻ 22 kV സപ്ലൈയിലേക്ക് മാറും. ഇനി അതും മേളിൽ പോയാലോ, 6000 മേളിൽ പോയാൽ പിന്നെ 33ലേക്ക് മാറും. പിന്നെ 66, 110, 220. അത് നിങ്ങൾ നോക്കിയാൽ മതി. വലിയ ഇൻഡസ്ട്രീസ്, നമ്മുടെ വലിയ 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 ഇൻഡസ്ട്രീസ് ഒക്കെ വരുമ്പോൾ 110, 66. ഇപ്പൊ ലുലു മോള്, നമ്മുടെ എറണാകുളത്തുള്ള ലുലു മോള്, അത് 33 ആണെന്നാണ് എൻ്റെ ഒരു ഇത്. 33 kV വരും അവിടെ. പിന്നെ നമ്മുടെ KMMലൊക്കെ 110. എനിക്ക് അത്ര ഷുവർ അല്ല കേട്ടോ, എന്നാലും ഞാൻ പറയാം. അതുപോലത്തെ വലിയ വലിയ ഇൻഡസ്ട്രീസ് ഒക്കെ വരുമ്പോൾ 110ലോട്ടൊക്കെ മാറും. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ ബേസിക്കലി നമ്മൾ ബിൽഡിംഗ് സർവീസ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻലി ഈ ഒരു കാറ്റഗറിയിലെ നമുക്ക് വേണ്ടി വരുള്ളൂ. പിന്നെ നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ ആയി വലിയ വലിയ പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ മേളിലോട്ടുള്ള ഡിസൈൻസ് ആവശ്യം വരും നിങ്ങൾക്ക്. അപ്പൊ മെയിൻലി ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന 11, 33 kV, പിന്നെ ഈ പറയുന്ന ഈ 240ഉം ഈ 415ന്റെയും ബാക്കിയുള്ള LT സൈഡ് കാര്യങ്ങളായിരിക്കും പറയുന്നത്. പിന്നുള്ള കാര്യം, ഈ രണ്ട് കൺസ്യൂമേഴ്സിനെ നമ്മൾ നോർമലി വിളിക്കുന്ന LV കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ LT കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ലോ വോൾട്ടേജ് അല്ലെങ്കിൽ ലോ ടെൻഷൻ കൺസ്യൂമേഴ്സ്. ഈ 11, 33 എന്നൊക്കെ പറയുന്ന ആൾക്കാർ HT കൺസ്യൂമേഴ്സ്, ഹൈ ടെൻഷൻ കൺസ്യൂമേഴ്സ്. അപ്പം നമ്മുടെ ക്ലൈന്റ് ഒരു 3000 kVA ലെസ് ദാൻ 3000 kVA നിൽക്കുന്നു. എന്നാൽ 100 kVAക്ക് മുകളിലും ആണെങ്കിൽ പുള്ളി ആ ഒരു ക്ലൈന്റ് എന്ന് പറയുന്ന ഒരു HT കൺസ്യൂമർ ആയിരിക്കും. HT കൺസ്യൂമറിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന ഡിസൈൻ നമ്മൾ ചെയ്തു കൊടുക്കും. ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കൺസെപ്റ്റ്? ഇതിന്റെ ബാക്കി കണക്റ്റഡ് ലോഡൊക്കെ വിട്ടേരെ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് കോൺട്രാക്ട് ഡിമാൻഡ് അതൊക്കെ അവിടെ കിടന്നോട്ടെ. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി കണക്റ്റഡ് ലോഡ്, മാക്സിമം ഡിമാൻഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറഞ്ഞു തരാം. ശരി, ഇതെല്ലാം കൂടി ഒരുമിച്ചെടുത്താൽ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഹലോ. അല്ല, കണ്ടിന്യൂ ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ എന്നാ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ അത് നമ്മൾ കുറച്ചു നേരമായി മടുത്തോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓക്കെ. അപ്പൊ നമുക്ക് എന്നാ നമുക്ക് കണക്റ്റഡ് ലോഡിൽ നിന്ന് തുടങ്ങാം. ഇപ്പൊ നമുക്ക് ഇതിന്റെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് കണക്റ്റഡ് ലോഡ്, പിന്നെ ഡിമാൻഡ് ബേസ്ഡ് മീറ്ററിങ്, പിന്നെ കോൺട്രാക്ട് ഡിമാൻഡ്,
അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാര്യം നമ്മുടെ ഇവിടുത്തെ കണക്റ്റഡ് ലോഡ് എന്താന്നുള്ളത്. ആ കണക്റ്റഡ് ലോഡിനെ ഇനി നമ്മുടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇനി ക്ലാസ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അതിന് CL എന്നായിരിക്കും നമ്മൾ മിക്കവാറും എഴുതുന്നത്. മാക്സിമം ഡിമാൻഡ് MD എന്നായിരിക്കും എഴുതിയേക്കുന്നത്. പിന്നെ കോൺട്രാക്ട് ഡിമാൻഡ് അല്ലെങ്കിൽ കോൺട്രാക്ട് ലോഡ് എന്ന് പറയുന്നത് CD ആയിരിക്കും. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം കണക്റ്റഡ് ലോഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് എന്താ പറയാ, നമ്മുടെ ഓക്കെ, നം ഇപ്പൊ നമ്മുടെ സ്റ്റഡി റൂം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റൂമിൽ നമുക്കൊരു ആ, ഒരു 3 പിൻ സോക്കറ്റ് ഉണ്ട്. നമുക്കൊരു 4 ബൾബുണ്ട്. നമുക്ക് ഒരു 2 ഫാനുണ്ട്. നമുക്ക് സാറിന് ഒരു ഫാൻ എന്തായാലും ഞാൻ 2 ഫാൻ എന്നങ്ങ് എഴുതുക. രണ്ട് ഫാനുണ്ട്. പിന്നെ ആ, വേണം നമുക്ക് രണ്ട് ത്രീ പിൻ സോക്കറ്റ് എടുക്കാം. 2 3 പിൻ സോക്കറ്റ് ഉണ്ട്. അപ്പൊ ഇ- ഇതാണ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന റൂമിലെ നമ്മുടെ എന്താ പറയാ, നമുക്കുള്ള എക്യുപ്മെന്റ്സ് അല്ല, നമുക്കുള്ള പോയിന്റ്സ് എന്ന് നമുക്ക് പറയാം. ഈ ത്രീ പിന്നിനെയൊക്കെ നമ്മൾ എടുക്കുന്നത് 100 വാട്ട്സ് ആയിട്ടാണ്. അതായത് ഏകദേശം 300 വാട്ട്സ് നമുക്ക് അവിടെ, സോറി, 2 3 പിൻ എന്ന് പറയുമ്പോൾ 200 വാട്ട്സ്. പിന്നെ 4 ബൾബുണ്ട്. ആ ബൾബ് നമുക്ക് വേണമെങ്കിൽ ഒരു 4 ബൾബ് എന്ന് പറയുമ്പോൾ ഒരു 10 വാട്ടിന്റെ 4 ബൾബ് 40 വാട്ട്സ്. പിന്നെ 2 ഫാൻ 60 വാട്ടിന്റെ 2 ഫാൻ 120 വാട്ട്സ്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത് 360 വാട്ട്സ് വരുന്നത്. ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മൾ രാവിലെ സമയത്ത്, നമ്മൾ മുറിയിലില്ലാത്ത സമയത്ത് ഈ സാധനം ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പൊ ആ ടൈമില് ഇത് ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഇമാജിനറി സംഭവമാണ്. അതായത് ആ ടൈമില് നിങ്ങളുടെ കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്ന അതേപോലെ തന്നെ ഉള്ളത്. നിങ്ങൾ ആ മുറിയിൽ ഉണ്ടെങ്കിലും നിങ്ങൾ ആ മുറിയിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ത്രീ പിൻ സോക്കറ്റും ഈ പറയുന്ന 4 ബൾബും 2 ഫാനും അവിടെ തന്നെ ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ ഫുൾ ഓഫ് ആക്കി നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോയേക്കുന്ന സമയത്ത് അവിടുത്തെ ഡിമാൻഡ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര? ഡിമാൻഡ് ഇല്ല. അവിടെ സീറോ ആണ്. അവിടെ നിങ്ങൾ ഒരു സംഭവം യൂസ് ചെയ്യുന്നില്ല. അവിടെ കണക്റ്റഡ് ലോഡ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അവിടെ ഡിമാൻഡ് ഇല്ല. പിന്നെ നിങ്ങൾ മുറിയിലേക്ക് വന്നു. അത് വരുന്ന സമയം നിങ്ങളൊരു വൈകുന്നേരം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒരു 4 o'clock ആയപ്പോൾ നിങ്ങൾ മുറിയിൽ വന്നു. വരുമ്പോൾ നിങ്ങൾ ഒരു ഫാൻ ഇടും. നിങ്ങളുടെ ഫോൺ ഒന്ന് ചാർജ് ചെയ്യും. ചിലപ്പോൾ 2 ബൾബ് കിട്ടുമെന്ന് വെച്ചു. അപ്പൊ 2 ബൾബ് ഇടുമ്പോൾ അവിടുത്തെ ഡിമാൻഡ് 20 വാട്ട്. നിങ്ങൾ ഒരു ഫാൻ ഓൺ ആക്കിയപ്പോൾ അവിടുത്തെ ഡിമാൻഡ് 60 വാട്ട്. നിങ്ങൾ ഒരു ഫോൺ ചാർജ് ചെയ്യുന്നു. ഒരു ഫോൺ ചാർജ് ചെയ്യുന്നതിന് മാക്സിമം പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഒരു 60 വാട്ട്സിന്റെ ഫാൻ, എന്താ ഫോണാ അല്ലെങ്കിൽ ഇതാ യൂസ് ചെയ്യുന്നെങ്കിൽ 60 വാട്ട്സ് എടുക്കുക. 60 വാട്ട്സ് ഒന്നും വരത്തില്ല. ഒന്ന് ജസ്റ്റ് ഇതെടുത്തെന്നുള്ളേ ഉള്ളൂ. ആ 12 14 140 വാട്ട്സ് ആണ്. അപ്പൊ നിങ്ങളുടെ അവിടുത്തെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളൊരു 4 o'clock 4 PM നിങ്ങൾ ഇവിടെ നിങ്ങളുടെ റൂമിൽ വന്നപ്പോ ഇനി നിങ്ങൾ കിടക്കുക, രാത്രി കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്ത് ഒരു 2 ഫാനും ഓൺ ആക്കി. അപ്പം നൈറ്റ് ഒരു 10 PM ആയപ്പോ നിങ്ങളുടെ ലോഡ് വരുന്ന 2 ഫാൻ നിങ്ങൾ ഓഫ് ആക്കി. സോറി, 2 ഫാനും വർക്ക് ചെയ്യിപ്പിക്കും. അപ്പൊ 120 വാട്ട്സ്. നിങ്ങൾ അവിടെ ലൈറ്റ് ഇടുന്നില്ല. നിങ്ങൾ കിടന്നുറങ്ങും. നിങ്ങൾ നിങ്ങളുടെ ഫോണോ അല്ലെ ലാപ്ടോപ്പും കൂടെ ചാർജ് ചെയ്യാൻ വെച്ച് ചിലപ്പോ ഒരു 120 വാട്ട്സ് ഈ രണ്ടും കൂടെ വരുമെന്ന് വെച്ചോ. അപ്പൊ നിങ്ങളുടെ ലോഡ് 240 വാട്ട്സ് ആയിരിക്കും. അപ്പം മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ലോഡ് യൂട്ടിലൈസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ മാക്സിമം ഡിമാൻഡ് ടൈം ബൈ ടൈം മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങളുടെ കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത് എപ്പോഴും ആ ലോഡ് നിങ്ങൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ ആ ലോഡ് അവിടെ തന്നെ കാണും. നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്ന ഡിമാൻഡിനനുസരിച്ചാണ്, നമ്മുടെ കണക്റ്റഡ് ലോഡിനനുസരിച്ചല്ല. ഇപ്പൊ വീട്ടിൽ നമ്മൾ 3 AC വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു 3 AC 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നതിന്റെ ബില്ല് നമുക്ക് വരത്തില്ല. നമുക്ക് വരുന്നത് എന്താ, ആ ഡിമാൻഡിന്റെ നമ്മൾ എന്തുമാത്രം യൂസ് ചെയ്യുന്നു ടൈം ബൈ ടൈം. നിങ്ങൾ നോക്കിയാൽ മതി, വീട്ടിലെ എനർജി മീറ്റർ കൂടുതൽ വർക്ക് ചെയ്യുന്നത് വൈകുന്നേരം ഒരു 6 o'clock to 10 o'clock നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയം വരെ. അത് കഴിഞ്ഞ് ആൾക്കാർ കിടന്നുറങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് കൺസപ്ഷൻ കുറവായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. പിന്നുള്ളത്
കോൺട്രാക്ട് ഡിമാൻഡ് അല്ലെങ്കിൽ കോൺട്രാക്ട് ലോഡ്. ഇത് നോർമലി നമ്മൾ എച്ച് ടി അല്ല, ശരിക്കും എൽ ടി കൺസ്യൂമേഴ്സിന് ഇതുണ്ട്. നമ്മൾ പക്ഷെ അത് കൂടുതൽ എച്ച് ടി കൺസ്യൂമേഴ്സിനാണ് നമ്മളത് കൂടുതലായിട്ട് നമ്മളത് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ ഇവരെ ഇമ്പോസ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എച്ച് ടി കൺസ്യൂമേഴ്സിന് അവിടെ ഒരു മാക്സിമം ഡിമാൻഡ് മോണിറ്റർ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ മാക്സിമം ലോഡ്, ഇപ്പൊ നമ്മുടെ കണക്റ്റഡ് ലോഡ് 100 ആണെന്ന് വെച്ചോ. ആഹ് അപ്പം ഞാൻ ഇപ്പൊ ഗവൺമെന്റിന്റെ അടുത്ത് പറയുക, എന്റെ മാക്സിമം ഡിമാൻഡ് 100 ഒന്നുമില്ല, എനിക്ക് 50 ഉള്ളൂ. അപ്പൊ എനിക്ക് 50ക്കുള്ള എന്താണ് അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട്, ഓക്കെ, നമ്മുടെ കണക്റ്റഡ് ലോഡ് ഒരു 1200 ഉണ്ടെന്ന് വയ്ക്കുക, കിലോ വാട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 1200 കിലോ വാട്ട് ഉണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് 1250 kVയുടെ ട്രാൻസ്ഫോമർ അവിടെ വയ്ക്കണം. അപ്പൊ അതിന് പകരം നമ്മൾ പറയും, എനിക്ക് മാക്സിമം ഡിമാൻഡ് അത്രയൊന്നും വരുന്നില്ല, എനിക്ക് മാക്സിമം ഡിമാൻഡ് ഒരു 600 ഒക്കെ ഉള്ളൂ, സോ എനിക്കൊരു 630 kVയുടെ ട്രാൻസ്ഫോമർ മതി എന്ന് പറഞ്ഞ് നമ്മൾ വെക്കുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത മാസം വരുമ്പോഴത്തേക്ക് നമ്മുടെ ലോഡ് ഈ പറഞ്ഞ മാക്സിമം ഡിമാൻഡ് 600ന് മേളിൽ വന്നെന്ന് വെച്ചോ. അപ്പൊ എന്താ, അത് ശരിക്കും നമ്മൾ വയലേഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ പെനാൽറ്റി അടയ്ക്കേണ്ട വരും. അപ്പൊ അതെങ്ങനെ ഗവൺമെന്റ് അറിയുമെന്ന് ചോദിച്ചാല്, അവർക്ക് അവിടെ ഒരു മാക്സിമം ഡിമാൻഡ് മോണിറ്റർ ചെയ്യാനുള്ള ഒരു മീറ്റർ കാണും. അതിന് TOD മീറ്റർ എന്ന് പറയും, ടൈം ഓഫ് ദ ഡേ മീറ്റർ കാണും. അപ്പൊ ആ മാക്സിമം ഡിമാൻഡ് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ മാക്സിമം ഡിമാൻഡ് അവർ ഓരോ പ്രാവശ്യം ബില്ലിംഗ് സൈക്കിളിൽ നോക്കും, നമ്മുടെ മാക്സിമം ഡിമാൻഡ് എത്ര എടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഈ കോൺട്രാക്ട് ഡിമാൻഡ് എന്ന് പറയുന്നത് കൺസ്യൂമറും നമ്മുടെ ഗവൺമെന്റ് സപ്ലയർ ആരാണോ, നമ്മുടെ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന ആരാണോ, അവരുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണ്. അതായത് ഞാൻ മാക്സിമം ഈ ലോഡ് വരെ എടുക്കുള്ളൂ എന്നുള്ള ആ ഒരു കോൺട്രാക്ട് ആണ് ആ ആ ഇതുള്ളത്. പിന്നെ പിന്നെ Y11, 22, 33, അത് ഞാൻ പിന്നെ ഒരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞുതരാം അതിനെപ്പറ്റി. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർക്കേണ്ടതുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് ഞാൻ വിട്ടു. അത് നമുക്ക് കുറച്ച് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഈ നമ്മുടെ കണക്റ്റഡ് ലോഡ്, മാക്സിമം ഡിമാൻഡ്, കോൺട്രാക്ട് ഡിമാൻഡ് ഒന്ന് കഴിയട്ടെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് ഞാൻ എഴുതി എന്നുള്ളേ ഉള്ളൂ. നമുക്ക് 6 ഫാൻ ഉണ്ട്, 10 CFL ഉണ്ട്, ഒരു AC ഉണ്ട്, ഒരു ഹീറ്റർ ഉണ്ട്, ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പം ഒരു ഫാൻ 60 വാട്ട്സ്, ഒരു CFL ഞാൻ 17 വാട്ട് എടുത്ത്, നമ്മുടെ ഒരു ടണ്ണിന്റെ AC ഞാൻ 1000 വാട്ട്സ് എടുത്തു, ഒരു ഹീറ്റർ 1500, ഒരു കമ്പ്യൂട്ടർ 300 വാട്ട്സ്. അപ്പൊ അതിന്റെ ടോട്ടൽ സമ്മാ വരുന്നത്. അപ്പൊ അവിടുത്തെ എന്റെ ടോട്ടൽ കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ 3330, അല്ലെങ്കിൽ 3.33 കിലോ വാട്ട് ആണ് എന്റെ അവിടുത്തെ ടോട്ടൽ കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ എടുക്കുക. 6 AM, മോർണിംഗ് 6 AM എടുക്കുന്ന സമയത്ത്, ആ ഒരു ടൈമിൽ ഞാൻ 3 ഫാൻ ഉപയോഗിക്കുന്നുണ്ട്, 2 CFL ഉപയോഗിക്കുന്നുണ്ട്, ഞാനൊരു AC ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ഹീറ്റർ ഉപയോഗിക്കുന്നില്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നില്ല. അപ്പൊ എന്റെ മാക്സിമം ഡിമാൻഡ് അറ്റ് 6 AM എന്ന് പറയുന്നത് 1214 ആണ് എന്റെ മാക്സിമം ഡിമാൻഡ് വരുന്നത്. അതായത് 1.214 കിലോ വാട്ട് ആണ് എന്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും നമ്മുടെ കണക്റ്റഡ് ലോഡ് സെയിം തന്നെ. പക്ഷെ നമ്മൾ ആ ടൈം സ്റ്റാമ്പിൽ നമുക്ക് ഇത്രയും ലോഡേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി അടുത്തത്, നമ്മളൊരു 10 PM എടുക്കുക, വൈകുന്നേരം, രാത്രി 10 PM. ഞാൻ ഫാൻ എല്ലാം ഇട്ടിട്ടുണ്ട്, CFL 5 എണ്ണം, ഞാൻ AC ഒരെണ്ണം ഉപയോഗിക്കുന്നുണ്ട്, ഹീറ്റർ ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. സോറി, ഇത് 6 AM അല്ല, 10 PM കേട്ടോ. 10 അപ്പൊ മാക്സിമം ഡിമാൻഡ് അറ്റ് 10 PM എത്ര വരുന്നത്? ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് 3.125 കിലോ വാട്ട് വന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ മീനിങ് മനസ്സിലായി. കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. പക്ഷെ നമ്മുടെ ടൈം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ലോഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ലോഡിന്റെ വ്യത്യാസങ്ങൾ വരും. അപ്പം ആ വ്യത്യാസങ്ങൾ വരുന്നതിന് അനുസരിച്ച് ടൈം ടു ടൈം നമ്മുടെ ഡിമാൻഡ് സെപ്പറേറ്റ് ആയിരിക്കും, വേറെ വേറെ ആയിരിക്കും. ഇപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ സപ്ലൈ വോൾട്ടേജിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിൽ കണക്റ്റഡ് ലോഡ് എന്താണെന്നൊക്കെ ഉള്ളത് നോക്കാം. ഇത് ദോസ് വിത്തൗട്ട് ഡിമാൻഡ് ബേസ്ഡ് മീറ്ററിങ്.
അതായത് ഇവർക്ക് ഡിമാൻഡ് ബേസ്ഡ് മീറ്ററിംഗ് ഇല്ല. നമ്മുടെ വീടുകളിൽ നമ്മൾ സിംഗിൾ ഫേസ് സപ്ലൈ എടുത്തിട്ട് നമ്മൾ 5 കിലോ വാട്ടിന് മേളിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവിടെ പ്രത്യേകിച്ച് ഡിമാൻഡ് മീറ്റർ ഒന്നും നമ്മൾ വെച്ചിട്ടില്ല. സോ ഡിമാൻഡ് മീറ്റർ ഇല്ലാത്ത 2 ടൈപ്പ് കൺസ്യൂമേഴ്സേ ഉള്ളൂ. അല്ല, 2 ടൈപ്പ് 2 ലെവലിലുള്ള കൺസ്യൂമേഴ്സേ ഉള്ളൂ. ആ സിംഗിൾ ഫേസും 3 ഫേസും. ആ ആൾക്കാർ LT കൺസ്യൂമേഴ്സ്. ഇനി വിത്ത് ഡിമാൻഡ് ബേസ്ഡ് മീറ്ററിംഗ് വരുമ്പോൾ നമ്മുടെ എല്ലാ ST, EHT എക്സ്ട്രാ ഹൈ ടെൻഷൻ കൺസ്യൂമേഴ്സും എന്താണ് ഡിമാൻഡ് ബേസ്ഡ് മീറ്ററിംഗ്. അതിന്റെ കാരണം അവരൊരു മാക്സിമം കോൺട്രാക്ട് ഡിമാൻഡ് നമ്മുടെ സപ്ലയറും, ഐ മീൻ നമ്മുടെ സപ്ലയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ്, അല്ലെങ്കിൽ വേറെ XYZ ആരാന്ന് വെച്ചാൽ ആ സപ്ലയറും നമ്മൾ ക്ലയന്റും ആയിട്ട് ഒരു കോൺട്രാക്ട് ഡിമാൻഡ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ മാക്സിമം നമ്മുടെ ഡിമാൻഡ് ഇത്രേ വരുള്ളൂ, അതിനനുസരിച്ചാണ് ഞങ്ങൾക്ക് ഈ സപ്ലൈ മതി എന്നുള്ള ഒരു കോൺട്രാക്ട് നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾക്ക് ഈ സെക്ഷനിലെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്? ക്ലിയർ ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ. സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ വാട്സപ്പ് നമ്പറിൽ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം ഇലക്ട്രിക്കലിന്റെ. ഞാൻ ദേവികയായിട്ട് സംസാരിച്ചിട്ട് അത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. ഇനിയുള്ള എല്ലാ ദിവസത്തെ ക്ലാസ്സുകളിലും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങ് ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ. അപ്പൊ ക്ലിയർ അല്ലേ? ഞാനപ്പോ ഗ്രൂപ്പ് ഉണ്ടാക്കി ക്ലാസ്സിന്റെ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ബൈ.